ഹലോ കുഞ്ഞുമക്കളെ, എല്ലാവർക്കും കിഡ്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഇതാ നമ്മൾ ഇന്ന് പുതിയൊരു ക്ലാസ്സുമായിട്ടാണ് കണ്ടുമുട്ടുന്നത്. എല്ലാവരും പഠിക്കാൻ റെഡിയാണോ? എങ്കിൽ ഇതാ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എന്തൊക്കെ കാഴ്ചകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്ത് കണ്ടത്? സ്മോൾ പ്ലാന്റ്സ് ഉണ്ട്, ബിഗ് പ്ലാന്റ്സ് ഉണ്ടല്ലേ? സ്മോൾ പ്ലാന്റ്സ് ആൻഡ് ബിഗ് പ്ലാന്റ്സ്. ചെറിയ ചെടികളും വലിയ ചെടികളും. ബിഗ് പ്ലാന്റ്സിന് എന്താണ് പേര് പറഞ്ഞത്? ട്രീ. എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? ഇതാ കണ്ടുകൊള്ളൂ. അവിടെ ഒരു മരം കാണുന്നുണ്ടല്ലേ? ആ മരത്തിൽ നിറയെ ഇലകളുണ്ട്, പൂക്കളുണ്ട്. കാണുന്നുണ്ടോ? ഉണ്ടല്ലേ? അതാ മറ്റൊരു മരം കാണുന്നുണ്ടോ? എന്താണ് അവിടെയുള്ളത്? മരത്തിൽ നിറയെ ഇലകളുണ്ട്, പഴങ്ങളുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ടല്ലേ? എന്തൊക്കെയാണുള്ളത്? ഒരു മരത്തിൽ നമ്മൾ ഇലകളും പൂക്കളും കണ്ടു, മറ്റൊന്നിൽ കായ്കൾ, ഇലകൾ എല്ലാം കാണുന്നുണ്ടല്ലേ? അതുപോലെ ഇതാ സ്മോൾ പ്ലാന്റ്സ്, നിറയെ പൂക്കളും കായ്കളും ഒക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ്സ്. നല്ല ഭംഗിയുള്ള പഴങ്ങളൊക്കെ എല്ലാ മരങ്ങളിലും ചെടികളിലും ഒക്കെ കാണുന്നുണ്ടല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചെടികളും അവയുടെ ഭാഗങ്ങളുമാണ്. പാർട്സ് ഓഫ് എ പ്ലാന്റ്. ഒരു ചെടിയും അതിൻ്റെ ഭാഗങ്ങളും. ചെടിക്ക് അല്ലെങ്കിൽ മരത്തിന് ഏതൊക്കെ ഭാഗങ്ങളാണുള്ളത്? എന്തൊക്കെയാണുള്ളത്? അതാ അവിടെ ഒരു ചെടി കാണുന്നുണ്ടല്ലേ? അതിൽ എന്തൊക്കെയാണുള്ളത്? കണ്ടുപിടിക്കാമോ? ഇലകളുണ്ട്, പൂക്കളുണ്ട്, കായ്കളൊക്കെ ഉണ്ടല്ലേ? ഇലകള്, പൂക്കള്, പഴങ്ങള്. അതുപോലെ മറ്റെന്തൊക്കെ കാണുന്നുണ്ട്? അതാ ആ മരത്തിലേക്ക് നോക്കൂ. അവിടെ ഒരു ട്രീ കാണുന്നുണ്ടല്ലേ? അതിൽ എന്തൊക്കെ കാണുന്നുണ്ട്? നിറയെ ഇലകളുണ്ട്. അതുപോലെ അതിന് ശിഖരങ്ങളുണ്ടോ? കൊമ്പുകളുണ്ടോ? ഉണ്ടല്ലേ? നിറയെ ശാഖകളുണ്ടല്ലേ? ആ മരത്തിന് നിറയെ ശാഖകളുണ്ട്. അതുപോലെ അതാ വലിയ തടിയാണതിനല്ലേ? അതിൻ്റെ തണ്ടിന് നല്ല വലുപ്പമുണ്ട്. കാണുന്നുണ്ടോ? ഏതൊക്കെയാണ് ആ മരത്തിന്റെ ഭാഗങ്ങൾ കണ്ടത്? ഇലകളുണ്ട്, അതുപോലെ ശിഖരങ്ങളുണ്ട്, മരത്തിന്റെ തടിയുണ്ട്. ഇതുപോലെ ആ കാണുന്ന ചെടിയുടെ ഭാഗങ്ങളൊന്ന് പറയാമോ? എന്തൊക്കെയാണ് അവിടെ കാണുന്നത്? ആ ചെടിയിൽ നിറയെ പൂക്കളുണ്ട്, ഇലകളുണ്ട്. അതുപോലെ ചെടിക്ക് ഒരു തണ്ട് കാണുന്നുണ്ടല്ലേ? ചെടികൾക്ക് തണ്ടുണ്ട്, ഇലകളുണ്ട്, ശാഖകളുണ്ട്. ചെടികൾ നിറയെ അല്ലെങ്കിൽ മരങ്ങൾ നിറയെ പൂക്കളും ഇലകളും കായ്കളും എല്ലാം ഉണ്ടല്ലേ? എങ്കിൽ നമുക്ക് അവയെപ്പറ്റി കൂടുതലായി പഠിക്കാം. ഇതാ ഇലകൾക്ക് എന്താണ് പറയുന്നത്? ലീഫ്. ലീഫ് എന്നാണ് ഇലകൾക്ക് പറയുന്നത് അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇലയുടെ നിറം എന്താണ്? ലീഫ് ഈസ് ഗ്രീൻ. ഇലയുടെ നിറം പച്ചയാണല്ലേ? പച്ച നിറത്തിലുള്ള നിറയെ ഇലകൾ ആ മരത്തിൽ കാണുന്നുണ്ട്. ലീഫ് എന്താണ്? ഇല, ലീഫ്. അതുപോലെ ശിഖരങ്ങളുണ്ട്, ശാഖകളുണ്ടല്ലേ? ബ്രാഞ്ച്. എന്താണ്? ശാഖകൾക്ക് എന്താണ് പറയുന്നത്? ബ്രാഞ്ച്. ആ മരത്തിൽ നിറയെ കൊമ്പുകൾ കാണുന്നുണ്ടല്ലേ? ആ ശാഖകൾക്ക്, കൊമ്പുകൾക്ക് എന്താണ് പറയുന്ന പേര്? ബ്രാഞ്ച്. അതുപോലെ അതാ ആ ചെടിയുടെ തണ്ട് കാണുന്നുണ്ടോ? ചെടിയുടെ തണ്ട് കാണുന്നുണ്ടല്ലേ? എന്താണ് അതിന് പറയുന്നത്? സ്റ്റെം. അതാ
ഫ്രൂട്ട്സ് ഉണ്ട്. അതുപോലെ ആ ചെടിയിൽ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടല്ലേ. അതുപോലെ ഈ ചെടി എവിടെയാണ് വളരുന്നത്? അത് മണ്ണിലാണല്ലേ. മണ്ണിനടിയിലേക്ക് നിറയെ വേരുകളുണ്ട്. വേരുകൾക്ക് എന്താണ് പറയുന്നത്? റൂട്ട്. വേരുകൾക്ക് എന്താണ് പറയുന്നത്? റൂട്ട്. ഈ വേരുകൾ മണ്ണിനടിയിലാണ്. മണ്ണിനടിയിൽ വേരുകൾ ഉറച്ചു നിൽക്കുന്നു. അതുവഴി വളവും ജലവുമെല്ലാം ചെടികൾക്ക് ആവശ്യമായി എത്തിച്ചു കൊടുക്കും. അതുപോലെ ചെടികളെ നേരെ നിർത്തി ചെടിയെ സംരക്ഷിക്കുന്നതാണ് സ്റ്റെം. ഇപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത്? എ പ്ലാന്റ് ഹാസ് മെനി പാർട്സ്. ഒരു ചെടിക്ക് ഒത്തിരി ഭാഗങ്ങൾ ഉണ്ടല്ലേ. അതിലൊന്നാണ് റൂട്ട്. ഈ റൂട്ട് എന്താണ്? വേരുകൾ. വേരുകൾ എവിടെയാണ് കാണുന്നത്? മണ്ണിനടിയിലാണല്ലേ. മണ്ണിനടിയിൽ വേര് ചെടിയെ ഉറപ്പിച്ചു നിർത്തുന്നു. അതുപോലെ ചെടിയുടെ മുകൾ ഭാഗം മണ്ണിന് മുകളിലേക്ക് വളർന്നു കാണുന്നുണ്ടല്ലേ. സ്റ്റെം, ചെടിയുടെ തായ്തണ്ട്. അത് എവിടെയാണ്? മണ്ണിന് മുകളിലേക്കാണ് വളരുന്നത്. അതുപോലെ ചെടിയുടെ തണ്ടിൽ സ്റ്റെം നിറയെ ശാഖകളുണ്ടല്ലേ, ബ്രാഞ്ച്. എന്താണ്? ചെടിയുടെ തായ്തണ്ടിനോട് ചേർന്ന് നിറയെ ശാഖകളുണ്ട്, ബ്രാഞ്ച്. പേരുകൾ ഓർത്തു വെക്കണേ. റൂട്ട് എന്ന് വെച്ചാൽ എന്താണ്? വേര്. അതുപോലെ സ്റ്റെം എന്താണ്? ചെടിയുടെ തായ്തണ്ട്. അതുപോലെ ബ്രാഞ്ച് എന്ന് വെച്ചാൽ ചെടിയുടെ ശാഖകൾ. അതുപോലെ ഫ്രൂട്ട്സ് ഉണ്ട്. ചെടികളിൽ നിറയെ പഴങ്ങളൊക്കെ ഉണ്ടല്ലേ, ഫ്രൂട്ട്സ്. അതുപോലെ ചെടികളിൽ ഫ്ലവേഴ്സ് ഉണ്ട്. എല്ലാ ചെടികൾക്കും ലീവ്സ് ഉണ്ട്. ലീവ്സ് ആർ ഗ്രീൻ. പച്ച നിറത്തിലുള്ള ഇലകളാണ് ചെടികൾക്കുള്ളത്. നമ്മൾ പഠിച്ച വാക്കുകൾ ഒന്നുകൂടി പറയാം. റൂട്ട് എന്ന് വെച്ചാൽ വേര്. സ്റ്റെം എന്താണ്? ചെടിയുടെ തണ്ട്, തായ്തണ്ട്. ചെടിയുടെ തണ്ടിനാണ് സ്റ്റെം എന്ന് പറയുന്നത്. അതുപോലെ ബ്രാഞ്ച്, ചെടിയുടെ ശാഖകൾ. ലീവ്സ്, ഇലകൾ. ഫ്രൂട്ട്, ഫ്ലവേഴ്സ്. ഇതെല്ലാം ചെടികളിൽ ഉണ്ടാകാറുണ്ടല്ലേ. ചെടികളിൽ നിന്നാണ് നമുക്ക് ധാരാളം പഴങ്ങൾ ലഭിക്കുന്നതല്ലേ. ചെടികളും മരങ്ങളുമൊക്കെ നമ്മൾ നട്ടു വളർത്തുന്നത് പഴങ്ങൾക്കും മറ്റാവശ്യങ്ങൾക്കുമൊക്കെ ആയിട്ടാണല്ലേ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ചെടികളും മരങ്ങളും നിരീക്ഷിച്ച് അതിൻ്റെ സ്റ്റെം, ബ്രാഞ്ച്, ലീഫ്, അതുപോലെ ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ് ഇതെല്ലാം കണ്ടുപിടിക്കുക. അതുപോലെ മണ്ണിനടിയിലാണ് റൂട്ടുള്ളത്, വേര്. കണ്ടുപിടിക്കുക. നന്നായി ഈ വാക്കുകൾ എഴുതി പഠിക്കുക. ഓക്കെ അല്ലേ? ബൈ ബൈ.